ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് പിന്നെയും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ചാനലിലേക്ക് പുതിയൊരു ക്യാമറ മേടിച്ചിട്ടുണ്ട്. അത് ആൻഡോർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ക്യാമറയാണ്. അത് ഫുൾ 4K HD ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ഇന്നത് അൺബോക്സും അതിൻ്റെ റിവ്യൂവും ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനലിലേക്ക് പുതിയതായിട്ടുള്ള എല്ലാവരും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ ഒരു ബോക്സിനകത്ത് വരുന്നത്. നമ്മുടെ ക്യാമറ ഉണ്ട്. നമ്മുടെ ക്യാമറ ബാഗിന്റെ അകത്ത് തന്നെയാണ് ഈ ക്യാമറ. കൂടെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. നമ്മുടെ തോളത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തോളത്തൊക്കെ ഇടാനുള്ള ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇതാണ് ഒരു 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് സൈഡിലിടാനും ഇങ്ങനെ പറ്റുന്ന ഒരു 2 സ്ഥലമുണ്ട്. താഴെ ഒരു ചെറിയ കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ LED ലൈറ്റിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. നമ്മുടെ മൈക്രോഫോണിന്റെ മാനുവല്. പിന്നെ ഇതന്നെ ഇത് യൂസർ മാനുവൽ. പക്ഷേ ഇത് മിനി, അതിന്റെ മെയിൻ യൂസർ മാനുവലിന്റെ ചെറുത്. ഇത് നമുക്ക് നമ്മുടെ ക്യാമറ തുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ടവൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലോത്ത്, ഒരു ചെറിയൊരു ക്ലോത്ത്. ഇതാണ് നമ്മുടെ മെയിൻ 4K വീഡിയോ ക്യാം റെക്കോർഡറിന്റെ യൂസർ മാനുവൽ. നമുക്ക് ക്യാമറ നേരത്തെ നമ്മൾ കുറെ റിസർച്ച് ചെയ്ത് മേടിച്ചെങ്കിൽ നമുക്കിത് വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമായിട്ട് ചുമ്മാ കണ്ട് ഇങ്ങനെ മേടിക്കുവാണെങ്കിൽ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചേ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് നമ്മുടെ ഒരു ബാറ്ററി ഉണ്ട്. ക്യാമറയുടെ ഒരു ബാറ്ററി, ഒരു 200 mAh ബാറ്ററിയാണ്. അടുത്തതായി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ മൈക്രോഫോൺ ആണ്. ഓൺ ആൻഡ് ഓഫ് പവർ ബട്ടൺ ഇവിടെ ഉണ്ട്. പിന്നെ അതിന്റെ ശബ്ദത്തിന്റെ ഇൻക്രീസ് എങ്ങാണ്ട് ചെയ്യാനുള്ള, പിന്നെ ഈ മൈക്രോഫോണിന്റെ മേളിൽ തന്നെ ഈ നമ്മുടെ LED ലൈറ്റിനെ മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ഇൻബിൽറ്റ് ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പൊ നമ്മള് മൈക്രോഫോൺ എപ്പോഴും ചാർജ് ചെയ്താൽ മതി. അതിന്റെ ചാർജിങ് പോർട്ടും പിന്നെ നമ്മുടെ മൈക്രോഫോൺ ക്യാമറയിലോട്ട് കുത്തുന്ന ഒരു പോർട്ട്, പിന്നെ അതിന്റെ വയറും ഉണ്ട്, മൈക്രോഫോണിന്റെ വയറ്. അടുത്തതായി നമ്മുടെ ലെൻസ് ആണ് അടുത്തതായി. അപ്പം മാക്രോ ലെൻസും വൈഡ് ആംഗിൾ ലെൻസും കൂടെ ഒരുമിച്ച് ഉള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഇതാണിത്. ഇത് ബാക്ക് ഊരാൻ പറ്റും. ഇപ്പം നമുക്കിത് ഇങ്ങനെയായിട്ട് ടേൺ ചെയ്താ ഇതാണ് നമ്മുടെ മാക്രോ ലെൻസും ഇത് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസും. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ചും ചെയ്യാം, ഒരുമിച്ച് വെക്കാം. പക്ഷെ ഒരുമിച്ചും വെക്കാൻ ചെയ്യാം. പിന്നെ ഒരെണ്ണം മാക്രോ ലെൻസും വൈഡ് ആംഗിൾ ലെൻസും തന്നെയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് സൈഡിലോട്ട് വെക്കാം. അടുത്തതായി നമ്മുടെ LED ലൈറ്റ് ആണ് അടുത്തതായി. ഓക്കെ, അപ്പൊ ഞങ്ങൾ നേരത്തെ ഇത് ജസ്റ്റ് ഒന്ന് തുറന്നായിരുന്നു, പിന്നെ ഇതിന്റെ ജസ്റ്റ് ഒന്ന് നോക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഓൾറെഡി ബാറ്ററി ഒക്കെ ഇട്ട് കഴിഞ്ഞതാ. അപ്പൊ ഒന്നാണ്ട് ഇതിന്റെ പവർ കണ്ട ഇതാ. നമുക്ക് വേറെ ഒരു ബട്ടനും കൂടെ ഇട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓഫ് ആക്കാം. ഇപ്പൊ ഒരു മിനി AA അല്ല, അതിന്റെ താഴെയുള്ള ഒരു ബാറ്ററിയാണ്. അപ്പൊ ഇതിനൊരു കവറുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഊരിയിട്ട് വെക്കാം, നമുക്ക് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫർ വെച്ചിട്ട് ചെയ്യുന്ന. അപ്പൊ കാരണം എങ്ങാനും എന്തെങ്കിലും ഈ ലൈറ്റിനായിട്ട് കൊണ്ട് അപ്പൊ അതിന് വേറെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇത് തന്നെ എങ്ങനെ പ്രൊട്ടക്ഷൻ വെച്ചത് തന്നെയാണ് ഞാൻ എടുക്കുന്നത് എപ്പോഴും വീഡിയോ. അപ്പൊ നമ്മളെ ഇത് നമ്മുടെ എക്സ്ട്രാ ബാറ്ററിയാണ്. നമ്മുടെ മറ്റേ ബാറ്ററി അല്ലാതെ അതിനകത്തുള്ള വേറെ ഒരു ബാറ്ററിയും കൂടെ വെച്ചിട്ടുണ്ട് അവര്. നല്ല ഒരു ക്യാമറ ബാഗ് ഉണ്ട്. നല്ല
ഒരു നല്ലൊരു മെറ്റീരിയലിൻ്റെ ഒരു ക്യാമറ ബാഗാണ്. പിന്നെ ഇടയ്ക്ക് ഇവിടെ വേറെ ഒരു സ്ലോട്ടും കൂടെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വയറൊക്കെ ചാർജിങ് കേബിളും എക്സ്ട്രാ ബാറ്ററി ഒക്കെ വെക്കാനുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ മെയിൻ ക്യാമറ. അപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ബാറ്ററി നമ്മൾ വെച്ച് പിടിച്ചിട്ട് ഓണാക്കി നോക്കാം. ഓക്കെ, ഓണായി. നല്ല ടച്ച് സ്ക്രീൻ ക്യാമറ ഒക്കെയാണ്. ടച്ച് സ്ക്രീനും എല്ലാം ഇത് ഫുള്ളായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇങ്ങോട്ട് ഇങ്ങനെ അടച്ചു വെക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ക്യാമറയുടെ മേളിൽ ഒരു നമ്മുടെ മൈക്രോഫോൺ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മൈക്രോഫോൺ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈറ്റ് എക്സ്ട്രാ ആഡും ചെയ്യണമെങ്കിൽ ആ ലൈറ്റ് കൂടെ മൈക്രോഫോണിന്റെ മേളിലുള്ള ആ മൗണ്ട് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ സാധനം ഇങ്ങനെ അടയ്ക്കുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, തുറക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. നമ്മൾ വേറെ ഒരു ബട്ടൺ ഞെക്കണ്ട. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഞെക്കിയിട്ട് നമുക്ക് വേണം ഓഫ് ആക്കാം, ഇവിടെ ഞെക്കിയിട്ട് വേണം നമുക്ക് ഓണും ആക്കാം. ഇപ്പൊ നമ്മുടെ മെമ്മറി കാർഡും ഇതിന്റെ സ്റ്റോറേജ് ഒക്കെ ആഡ് ചെയ്യാനുള്ള കമ്പാർട്ട്മെന്റ് ആണത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ഓപ്പൺ ചെയ്തത്. ഞാനിപ്പോ ഒരു 16 GB ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഓൾറെഡി. സാൻഡ് ഡിസ്കിന്റെ 16 GB മെമ്മറി കാർഡ് ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇതിന്റെ അടിഭാഗം ഒരു ട്രൈപോഡ്സ് ഒക്കെ മൗണ്ട് ചെയ്യാനുള്ളതായിട്ട് ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് മറ്റേ ട്രൈപോഡുമായിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്താൽ മതി. അപ്പം ഈ ക്യാമറയുടെ അകത്തുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഈ ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് 4K at 24 FPS വരുന്നത്. കാരണം പക്ഷേ എനിക്ക് അത് നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം അത് 24 FPS നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒട്ടും സ്മൂത്ത് അല്ലാതെ വരും. പിന്നെ നമ്മൾ സൂമിൻ ചെയ്യുമ്പോൾ പിക്ചർ ക്വാളിറ്റി വളരെ നല്ലതായിട്ട് കുറയും. അപ്പോൾ ഗായ്സ്, ഇത് 2K at 30 FPS. പിന്നെ ഗായ്സ്, നമുക്ക് എക്സ്പോഷർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇത് 180p at 60 FPS. എൻ്റെ റിവ്യൂവിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം നല്ല ക്ലാരിറ്റിയിലും പോവും, പിന്നെ നമ്മുടെ വീഡിയോ നല്ല സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ ഇത് 180p at 30 FPS. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നോടും വരെ ഇറ്റ്സ് മീ ഡേവിൻ സൈനിങ് ഔട്ട്.